ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്പെയിൻ, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായി ഇന്ത്യയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാശക്തിയുടെ തന്ത്രപരമായ വിജയമാണ്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലിന് നേരെ വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുകയാണ്. സ്പെയിൻ ആയുധങ്ങൾ നൽകിയില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും ഇസ്രായേൽ ലക്ഷ്യമാക്കി വരുന്ന കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് അടുക്കാനുള്ള അനുമതി നിഷേധിക്കുക പോലും ചെയ്തു. ഇത്തരത്തിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇന്ത്യയെ നോക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. യഥാർത്ഥ സുഹൃത്താരെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നതിലുപരി ലോകത്തിലെ അത്യാധുനികമായ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമായി ഇന്ത്യ മാറാൻ പോകുന്നു എന്നതാണ്. ഇത്രയും കാലം നാം ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവരുടെ ആയുധങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നാണ്. ഇതിലൂടെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ, മിസൈൽ, AI സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് സ്വന്തമാകും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ആയുധങ്ങൾ ലോകത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവകാശവും നമുക്ക് ലഭിക്കും. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ഡിഫൻസ് ഹബ്ബായി ഇന്ത്യ മാറുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അസൂയയോടെ നോക്കുന്ന ഒരു നേട്ടമാണിത്. പലസ്തീനിലെ സാധാരണ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഇസ്രായേലിനെ ഇത്തരത്തിൽ സഹായിക്കുന്നത് ശരിയാണോ എന്ന വിമർശനങ്ങളും മറുഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ലോകത്ത് ആദ്യമായി പലസ്തീൻ വിമോചന സംഘടനയായ PLOയെ അംഗീകരിച്ച അറബ് രാജ്യമാണ് ഇന്ത്യ. പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിന് ഗാന്ധിജിയുടെ കാലം മുതൽക്കേ ഇന്ത്യ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ നിലപാടിൽ ഇന്ത്യ ഇന്നും മാറ്റം വരുത്തിയിട്ടില്ല. 1992 PV നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇന്ത്യ ഇസ്രായേലുമായി പൂർണ്ണമായ നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യക്ക് നിർണായകമായ ആയുധ സഹായം നൽകിയതോടെയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തായി മാറിയത്. ഇന്ത്യ അന്നും ഇന്നും 2 സ്റ്റേറ്റ് സൊല്യൂഷനിലാണ് ഉറച്ചു നിൽക്കുന്നത്. അതായത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്നും അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കണമെന്നും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഗാസയിലേക്ക് ടൺ കണക്കിന് സഹായ സാമഗ്രികൾ അയച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ പലസ്തീൻ സമാധാനത്തിനായി നിലകൊള്ളുക എന്നതാണ് ഇന്ത്യയുടെ നയം. ഇസ്രായേലുമായി പ്രതിരോധ മേഖലയിൽ സഹകരിക്കുമ്പോഴും പലസ്തീനിലെ സാധാരണക്കാരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര രാഷ്ട്രീയ വികാരങ്ങൾക്കപ്പുറം രാജ്യ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നീങ്ങുന്നത്. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണികൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശക്തമാക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യമാണ്. ഇസ്രായേലി ടെക്നോളജി ഇന്ത്യയിലെ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ സുരക്ഷാ കവചം കൂടുതൽ ബലപ്പെടുത്തും. പ്രധാനമന്ത്രി നെതന്യാഹു താമസിയാതെ ഇന്ത്യയിലെത്തും. ആ സന്ദർശനത്തിൽ ചരിത്രപരമായ പല കരാറുകളും ഒപ്പിടുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഉപരോധങ്ങൾക്കിടയിൽ ഒരു രാജ്യം ഇന്ത്യയെ വിശ്വസ്തനായി കാണുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ വളരുന്ന ആഗോള സ്വാധീനത്തിന് തെളിവാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടാൻ സ്വന്തം കാലിൽ നിൽക്കേണ്ടത് ഇന്ത്യയുടെ അനിവാര്യതയും. ആയുധങ്ങൾക്കായി ലോകത്തിനു മുന്നിൽ കൈനീട്ടിയിരുന്ന കാലം മാറി. അത് സ്വന്തം മണ്ണിൽ നിർമ്മിക്കുന്ന കരുത്തിലേക്ക് നാം വളരുകയാണ്. മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ ഒരു മഹാശക്തിയായി ഉദിച്ചുയരുകയാണ്. ആയുധങ്ങൾക്കായി ലോകത്തിനു മുന്നിൽ കൈനീട്ടിയിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ മികച്ച ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ വമ്പൻ ശക്തികൾ ക്യൂ നിൽക്കുകയാണ്.